എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ചക്കയുടെ സീസണല്ലേ. ചക്ക ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്ക ആൾക്കാരും. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ചക്കയും ചക്കക്കുരുവിൻ്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പണ്ടൊക്കെ ചക്കയോ അല്ലെങ്കിൽ ചക്കക്കുരു എന്നൊക്കെ പറയുമ്പോൾ അയ്യേ ഇതാണോ വേറെ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് പ്രിയം കൂടുതലാണ് അല്ലേ. അതിന് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്കക്കുരു ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുതുമയുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അത് നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലെ തോലിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയാറുള്ളത്. അത് നമ്മൾ കളഞ്ഞിട്ടില്ല. അന്നേരം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഈ ചക്കക്കുരുവും കൂടെ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പൊരുതൊന്ന് വേവിച്ചെടുക്കണം. അത് ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കൂട്ടുകൾ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരായിരിക്കും. അത് വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പുതുമയുള്ളതായിട്ട് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം മറ്റ് ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ലേശം കറിവേപ്പില, തക്കാളി നമ്മുടെ ഒരു പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ്. മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറിട്ട് തന്നെയാണ്. അന്നേരം അതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ റെസിപ്പികളാകുമ്പം അതിൽ വെളിച്ചെണ്ണ മസ്റ്റാണല്ലോ, എന്നാലല്ലേ രുചി കുറച്ചും കൂടെ കൂടുതലുണ്ടാവുകയുള്ളൂ. അന്നേരം നല്ല പോലെ ഒന്ന് എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി രുചിയും ഗുണവും ഇരട്ടിക്കുന്നതായിരിക്കും. അന്നേരം അത് ചെറിയ തീയിൽ കിടന്ന് ഈ ഒരു സവാളയുടെ ആ ഒരു പച്ച രുചി ഒന്ന് മാറി ഇതൊന്ന് വഴണ്ടി വരട്ടെ. അതിനുശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. വളരെ കുറച്ച് കുഞ്ഞു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അത് സവാളയുടെ ആ ഒരു പച്ച രുചി ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ചക്കക്കുരു അതിനകത്ത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെളുത്തുള്ളിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി നമ്മൾ ലേശം തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി നല്ല പോലെ വേണം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മൊത്തമായിട്ട് ചേർക്കുക. ഇപ്പം ഞാനൊരു അരമുറി തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ. കുക്കറിൽ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിലുള്ള ചക്കക്കുരു അല്ലായിരുന്നു. അന്നേരം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും. അന്നേരം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. അത്യാവശ്യം ഉപ്പൊക്കെ ഇതിൽ വേണം ഈ ഒരു ചക്കക്കുരുവിനകത്ത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തതൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് ഇടുകല്ല് കൊണ്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറിൽ ഒന്നൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ വേണം എടുക്കാനും വേണ്ടി. മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കാണ്ട് ഈ ഒരു നനവിൽ മാത്രം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഇല്ലെങ്കിൽ മാത്രം 1-2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഈ ഒരു മസാല ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കൂട്ടുകൾ നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള മസാല വെച്ചിട്ട് ഈ ഒരു സവാളയൊക്കെ വഴണ്ട് വന്നതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ആ ഒരു പൊടികളുടെ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികളിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ വേവിച്ചിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിൽ ഒന്ന് അടിച്ചെടുത്തിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ആ ഒരു അരപ്പാണ്. അതും കൂടി ഇട്ടതിന് ശേഷം ഈ ഒരു മസാലയായിട്ട് നല്ല പോലെ കൂട്ടി ഇളക്കണം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഗരം മസാലയുടെ പൗഡർ ആകുമ്പം അതിന് കുറച്ചും കൂടെ രുചി ഒന്ന് ഇരട്ടിക്കും. ഇപ്പോൾ ഗരം മസാല പൗഡറിന് പകരമായിട്ട് ഏലക്ക മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒരു നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ ഒരു മസാലയും ചക്കക്കുരുവും ചേർത്തിട്ട് നല്ലപോലെ കൂട്ടി ഇളക്കുക. നല്ലപോലെ കൂട്ടി ഇളക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അന്നേരം കുറച്ച് സമയമെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അല്ലെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താലും മതി. ചൂട് ആറിയതിന് ശേഷം അതിപ്പോൾ നമ്മൾ നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഇരട്ടിക്കുന്നതായിരിക്കും.
ഈ ഒരു മസാല നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെയൊക്കെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഇത് മാത്രമായിട്ട് കഴിക്കാം. ഈ ഒരു മസാല ഉപയോഗിച്ചിട്ട് ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കറി പോലെ വേണമെങ്കിലും തയ്യാറാക്കാം. ഈ ഒരു മസാല തയ്യാറാക്കിയാൽ മാത്രം മതി. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടി ലേശം ചുമന്നുള്ളി, അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള മാങ്ങ, ലേശം മധുരവും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ഉണക്കി ചേർത്ത് കൊടുക്കാം, ഉണ്ടമുളകോ കാന്താരിയൊക്കെ. ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം മാത്രം ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്, മുളക് പൊടി. പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാനും വേണ്ടി പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾക്ക് കടു വറുത്ത് വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെയും ഇത് ഉപയോഗിക്കാം. ഇതും എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി കേട്ടോ, മാങ്ങാ ചമ്മന്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചെടുക്കാം, റാഗി എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അരിപ്പൊടി മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു പൊടിക്ക് വേണ്ടി മാത്രം പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ മസാലയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഈ ഒരു ഗോതമ്പ് പൊടിയും മസാലയും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിലാണ് നമ്മൾ ചക്കക്കുരുവൊക്കെ അരച്ചെടുത്തിരിക്കുന്നത്. അതാ ഒരു മിക്സിങ്ങും കൂടെ ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ കിട്ടണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മാവ് രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതേ രീതിയിൽ നമുക്കിത് കുഴച്ച് കിട്ടണം. കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടും തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം എണ്ണ അവസാനം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ലേശം എണ്ണ കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് കുഴച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് മാത്രം മതി. അന്നേരം ഈ മാവ് കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും ഒരു 10-15 മിനിറ്റ് ശേഷം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു മസാല നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കാം, സമോസ ഉണ്ടാക്കാം, അതുതന്നെ വലസൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ ഒരു മസാല മാത്രം എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി, ഇടിയപ്പം, ദോശയുടെ കൂട്ടത്തിൽ കറിയാട്ടോ അല്ലെങ്കിൽ ഒരു പെരട്ടാട്ടൊക്കെ ഉപയോഗിക്കാവുന്ന അത്ര ടേസ്റ്റ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മസാലയാണ് കേട്ടോ. ഇനി ഇതേ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തതിന് ശേഷം ഇത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയാൽ കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറി ഒന്നും തന്നെ വേണ്ട, ആ ഒരു ചമ്മന്തിയുടെ ആവശ്യമേ ഇല്ല. ഇതിങ്ങനെ തന്നെ തയ്യാറാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് ചേരുവ ചേർത്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഇതുപോലെ നമുക്ക് 4 എണ്ണത്തിനുള്ള മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ലേശം കട്ടിയുണ്ട്. ഞാൻ എന്നും ചപ്പാത്തി, നിങ്ങൾ നേരത്തെയുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചപ്പാത്തി വളരെ കട്ടിയില്ലാണ്ടാണ് പരത്തുന്നത്. അതിനെക്കാട്ടി ലേശം കട്ടിയുള്ള ഒരു രീതിയിലാണ് മസാലയും കൂടെ ചേരുമ്പം. ഇതിനെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ അപ്പുറം മുരിച്ചെടുക്കാം. നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യോ ബട്ടറോ എണ്ണയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ. 2 സൈഡ് അത്യാവശ്യമൊക്കെ വെന്ത് വന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമുക്ക് ലേശം എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അതൊന്ന് നല്ല പോലെ ചിലർക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചും കൂടെ പുതുമയുള്ള രീതിയിലായതുകൊണ്ട് ഇതുപോലൊന്ന് ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ. ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി കഞ്ഞിയുടെ കൂട്ടത്തിലോ ചോറ് എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിന് കടുവറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇതൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് ഇവ രണ്ടും. അന്നേരം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇപ്പം ചക്കയുടെ സീസണാണല്ലോ, ചക്കക്കുരു വെച്ചിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഒരു പുതുമയുള്ള റെസിപ്പിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ചെയ്യുന്ന റെസിപ്പികളൊക്കെ മിക്കതും നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ.
അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.